കുടുംബദേവത എന്നത് എങ്ങനെ ഉണ്ടായി? നമ്മളെ ജീവിതക്രമത്തിൽ വൈദികമായ ഒരു ജീവിതക്രമം അനുസരിച്ച് 2 സന്ധ്യകളിലും നമ്മൾ അഗ്നിഹോത്രം ചെയ്ത് കാലികമായി മറ്റ് യജ്ഞങ്ങളെ നിർവഹിച്ച് ജീവിച്ചു പോന്നു. ആ ഒരു വീക്ഷണം അനുസരിച്ച് നമ്മുടെ ഗൃഹനാഥൻ ആരാണ്? ആരാ ഗൃഹനാഥൻ? അഗ്നി. അഗ്നിയാണ് ഗൃഹനാഥൻ. അതാണ് വിവാഹ സംസ്കാരം ചെയ്ത അതേ ദിവസം ചെയ്യേണ്ടുന്ന അടുത്ത സംസ്കാരമാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഇത് രണ്ടും ഒരേ ദിവസം നടക്കണം. അപ്പോൾ വിവാഹിതരായ പതിയും പത്നിയും ഒന്നിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും അച്ഛനും അമ്മയും കൂടി അവരെ സ്വീകരിച്ച് ആ സമയത്ത് അച്ഛനെയും അമ്മയെയും അവർ നമസ്കരിച്ച് അച്ഛനും അമ്മയും അക്ഷതം ശിരസിലിട്ട് അനുഗ്രഹിച്ച് അത് കഴിഞ്ഞ് അവർ നേരെ അഗ്നിയിലെടുത്തു പോയി പ്രതിജ്ഞ ചെയ്യണം, നിന്നെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം, ആജീവനാന്തം അഗ്നി പരിപാലനം ഞങ്ങൾ ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്യണം. ആ ചടങ്ങാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ്. കാലക്രമേണ അഗ്നി പോയി. എങ്ങനെയായാലും ശരി, ദേവതാധിഷ്ഠിതമായൊരു ജീവിതക്രമം സമൂഹത്തിൽ വന്നു. ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയില്ല. അതാണ് കുടുംബദേവത, ഗ്രാമദേവത, തറവാട് ദേവത എന്നൊക്കെയുള്ള മട്ടിൽ. ഇപ്പൊ കുടുംബദേവത എന്ന് പറയുമ്പോൾ ഭരദേവതയാണ്, കുടുംബ ഭരദേവത. അപ്പൊ ആ കുടുംബത്തിലുള്ളവരൊക്കെ ആ ദേവതയിൽ കേന്ദ്രിതമായ ഒരു ജീവിതം. ആ ദേവതയാണ് അവർ ഒന്നിപ്പിക്കുന്നത്. ആ ദേവതയുടെ വിശേഷങ്ങളിൽ എല്ലാവരും എത്ര ദൂരെ താമസിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചെത്തിച്ചേരുകയും നമ്മൾ ഒന്നാണെന്ന ഭാവനയെ ഊട്ടി ഉറപ്പിക്കുകയും ഒരു ദൃഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഉപാസനാനിഷ്ഠമായി ആ ഏകതയെ തിരിച്ചു വിടുകയുമാണ് കുടുംബ ഭരദേവത ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിനും ഗ്രാമദേവതകൾ, ഓരോ ജനപഥത്തിന്റെയും മധ്യത്തിൽ ജനപഥത്തില് മഹാക്ഷേത്രങ്ങൾ. ഭാരതത്തിൽ എവിടെ പോയാലും ഈ പറഞ്ഞതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ദേവതാ കേന്ദ്രിതമായ ഒരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ട്. അത് ശ്രേഷ്ഠമാണ്. അതിനെ മുൻനിർത്തി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് നമ്മളെ ഒന്നിപ്പിക്കുന്നു, ഉപാസനാ ബലത്തിലൂടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഏകത ഈശ്വരീയമായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. അപ്പൊ നമ്മുടെ ഐക്യത്തിന് വലിയൊരു മാനമായി. ശ്രദ്ധിക്കുക, അതാണ് നമ്മളെ കുടുംബങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. അമ്മയെ അച്ഛനെ ഒക്കെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തെ പോലെയല്ല, ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷേ തലമുറകൾ കഴിയുമ്പോൾ അതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകും. ഇല്ലേ? ഉണ്ടാവില്ല, കണ്ടുപോകും. ഏറി വന്നാൽ 3 തലമുറ വരെ, അതിനപ്പുറത്ത് പോയ 4 തലമുറ വരെ, അതിനപ്പുറത്തേക്കൊന്നും ആരും പോകില്ല. പിന്നെ കേട്ടുകേൾവി ഉണ്ടായിട്ട് ചിലരൊക്കെ പറയും, ഇങ്ങനൊരാൾ ഞങ്ങൾ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് ശരിയാ, അത് 2 അറ്റത്തുള്ളവരെയും പറയും അല്ലേ? അങ്ങേയറ്റം മഹിമയുള്ള ആളും ഏറ്റവും പേരുദോഷം വരുത്തിയ ആളും, രണ്ടും നമ്മൾ പറയാറുണ്ട്. എന്നാൽ കുടുംബ ഭരദേവതാ സങ്കല്പം അതല്ല. ആ തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നത്, അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മൾ. അത് നിലനിർത്തണം എന്നാണ് പറയാനുള്ളത്.